അന്നത്തെ നാട്ടുരാജാക്കന്മാരിൽ ഏറ്റവും ശക്തനായ, ഏറ്റവും സൈനിക ശേഷിയുള്ള ഒരു രാജാവാണ് പാഞ്ചാലൻ. പാഞ്ചാലൻ്റെ മക്കളും അതുപോലെ തന്നെയാണ്. മറ്റു മക്കൾ ധൃഷ്ടദ്യുമ്നൻ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ നിവൃത്തിയില്ലാത്ത ആളാണ്. വലിയ സേനയുള്ള ആളാണ്, വലിയ സേനാനായകനാണ്. അർജുനൻ അറിയാവുന്ന എല്ലാ ആയുധവിദ്യകളും ആർക്കും അറിയാം, ധൃഷ്ടദ്യുമ്നനും അറിയാം. ആരാണ് ധൃഷ്ടദ്യുമ്നനെ ആയുധവിദ്യകൾ പഠിപ്പിച്ചത്? ആയുധവിദ്യകൾ പഠിപ്പിച്ചത് ദ്രോണർ പഠിപ്പിക്കണമെന്ന് ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. ആർക്ക്? പാഞ്ചാലന്. പക്ഷേ വിളിച്ച് പഠിപ്പിക്കാൻ ഒക്കില്ലല്ലോ. രണ്ടുപേരും വലിയ ശത്രുക്കളായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. രണ്ടുപേരും വലിയ മിത്രങ്ങളായിരുന്നു, താനും വലിയ സതീർത്ഥന്മാരായിരുന്നു, ഒരേ പായിൽ ഉറങ്ങിയവരാണ്. ഈ ആഗ്രഹം ഉള്ളിലിരിക്കുന്നത് ആർക്കറിയാം? ദ്രോണർക്കറിയാം. അപ്പോൾ ദ്രോണർ ഹസ്തിനാപുരിയിൽ നിന്ന് ഒരു അശ്വഭടനെ അയക്കുകയായിരുന്നു പാഞ്ചാലൻ്റെ അടുത്തേക്ക്. ആ അശ്വഭടൻ പാഞ്ചാലനെ സന്ദർശിച്ചിട്ട് പറഞ്ഞു, ഞാൻ ദ്രോണാചാര്യരുടെ ഒരു സന്ദേശവും കൊണ്ടുവന്നതാണ്. അപ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ മുഖം കറുത്തു. ദ്രോണൻ്റെ സന്ദേശമോ? ദ്രോണാചാര്യരെന്ന് എന്ന് ഇദ്ദേഹം ആവർത്തിച്ച് പറയുന്നില്ല. ദ്രോണൻ്റെ സന്ദേശമോ? അതെ. എന്ത് സന്ദേശം? എന്തുകൊണ്ടാണ് ഈ ക്രോധം വരുന്നത്? പരാജയപ്പെടുത്തിയത് കൊണ്ടല്ല. ശിഷ്യന്മാരെ വിട്ട് പാഞ്ചാലനെ പരാജയപ്പെടുത്തിയത് കൊണ്ടോ കെട്ടി പാദത്തിൽ കൊണ്ടുവന്ന് കിടത്തിയത് കൊണ്ടോ ഒന്നുമല്ല. പകുതി രാജ്യം അപ്പോഴും ദ്രോണറുടെ കയ്യിലിരിക്കുകയാണ്. ഉത്തര പാഞ്ചാലം എന്ന് പറയുന്ന പാഞ്ചാലത്തിൻ്റെ പകുതി ഭാഗം ഭരിക്കുന്നത് ദ്രോണരാണ്. അത് അദ്ദേഹത്തിൻ്റെ സ്വന്തമാണ്. അതുകൊണ്ട് ദ്രോണർ രാജാവും കൂടിയാണ്. ബാക്കി ദക്ഷിണ പാഞ്ചാലമാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്നത്. അഹിച്ഛത്രം കേന്ദ്രമായ ദക്ഷിണ പാഞ്ചാലമാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്നത്. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ രാജധാനി. അവിടെ ചെന്നിട്ടാണ് ഇത് പറയുന്നത്. എന്താണ് സന്ദേശം? സന്ദേശം ഇതാണ്. സന്ദേശത്തിലൊരു പരിഹാസമുണ്ട്. നിങ്ങൾ വളരെ ക്ലേശിച്ച് വർഷം മുഴുവൻ സഞ്ചരിച്ച് പല മുനിമാരെയും ഋഷിമാരെയും പുരോഹിതന്മാരെയും ഒക്കെ കണ്ട് ദ്രോണരെ നിഹനിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പുത്രൻ തനിക്ക് സമ്പാദിക്കണം, ജനിക്കണം, അതിനുവേണ്ടി ഒരു യാഗം നടത്തിത്തരണം, യജ്ഞം നടത്തിത്തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഭാരതവർഷം മുഴുവനും സഞ്ചരിച്ച് ക്ലേശിച്ചില്ലേ? എന്നിട്ട് നിങ്ങളുടെ സ്വാഭാവികമായ ശരീരത്തിൻ്റെ സ്വാഭാവികമായ നിറം മങ്ങിയല്ലേ നിങ്ങൾ കൊട്ടാരത്തിൽ തിരിച്ചെത്തിയത്? വെയിലും മഴയൊക്കെ കൊണ്ട് നടന്ന് പോയപ്പോൾ വെളുത്ത ആളായിരുന്നു, വന്നപ്പോൾ കറുത്ത ആളായി. അങ്ങനെ ഭാര്യയ്ക്ക് തിരിച്ചറിയാൻ വയ്യാത്ത വിധത്തിലുള്ള നിറത്തോടുകൂടിയല്ലേ നിങ്ങൾ തിരിച്ചെത്തിയത്? കൊക്കിൻ്റെ നിറത്തിൽ പോയിട്ട്, അരയന്നത്തിൻ്റെ നിറത്തിൽ പോയിട്ട് നിങ്ങൾ കാക്കയുടെ നിറത്തിലല്ലേ, കുയിലിൻ്റെ നിറത്തിലല്ലേ നിങ്ങൾ തിരിച്ചെത്തിയത് എന്ന് ചോദിക്കും. അപ്പോൾ ഒരു ചിരി വരും പാഞ്ചാലിന്. കാരണം അതിനകത്ത് നല്ലൊരു കൊട്ടുണ്ടല്ലോ. അപ്പോൾ ഇവൻ എന്നോടുള്ള മത്സരം ഇപ്പോഴും വിട്ടിട്ടില്ല ഈ ദ്രോണൻ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. സന്ദേശം പറയൂ. അങ്ങനെ ഉണ്ടായ പുത്രൻ ഏത് യജ്ഞത്തിൽ നിന്ന് ഏത് തരത്തിലുള്ള ദിവ്യമായ കഴിവുകളോടുകൂടി പുത്രൻ ഉണ്ടായാലും ശരി, ദ്രോണരെ കൊല്ലാൻ സാധ്യമല്ല. എന്താ ദ്രോണരെ കൊല്ലാൻ സാധ്യമല്ലാത്തത്? അവൻ യജ്ഞകുണ്ഡത്തിൽ നിന്ന് ജനിച്ചതാണ്. സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ മറ്റ് ക്ലേശങ്ങളും പീഡകളും അനുഭവിച്ച് ജനിച്ചവനല്ല. അവൻ ജനിച്ചപ്പോൾ തന്നെ യുവാവായിരുന്നു. ജനിച്ചപ്പോൾ തന്നെ ദിവ്യായുധങ്ങളുമായി അവൻ ജനിച്ചു. അവൻ ദ്രോണരെ കൊല്ലും. അത് ദ്രോണർക്ക് അറിഞ്ഞുകൂടായിട്ടാണ്. അപ്പം അങ്ങനെയല്ല. ദ്രോണരുടെ പക്കലുള്ള ദിവ്യായുധങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ധാരണയില്ലാത്തതുകൊണ്ടാണ്. അതിനാൽ അയാളെ ശിഷ്യനായി വരിക്കാൻ ദ്രോണർ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ അവൻ യുദ്ധത്തിൽ പരാജയപ്പെട്ടു പോകും. യുദ്ധത്തിൽ പരാജയപ്പെടാതിരിക്കാൻ ദ്രോണർക്ക് അറിയാവുന്ന എല്ലാ ആയുധവിദ്യകളും ധൃഷ്ടദ്യുമ്നനെ അഭ്യസിപ്പിച്ചു കൊടുക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. അതാണ് സന്ദേശം. അപ്പോൾ അതൊരു ഉത്തമമായ നിർദ്ദേശമാണല്ലോ എന്ന് തോന്നി. ഇത് ദ്രോണരുടെ എന്നല്ല, ഏത് ആചാര്യൻ്റെയും അതുല്യമായ മഹത്വത്തിന് നിദാനമാണ്. ഇത് സാധാരണഗതിയിൽ ചെയ്യില്ല. എപ്പോഴും 17 അടവ് വരെയേ പഠിപ്പിക്കുകയുള്ളൂ. 18ാമത്തെ അടവ് എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ. 18 അടവ് പഠിപ്പിച്ചാൽ എന്ത് പറയും? ഇല്ലാത്തവരടവ് പിന്നെ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇതങ്ങനെയല്ല. എനിക്കറിയാവുന്ന ആയുധവിദ്യകളെല്ലാം ഞാൻ ധൃഷ്ടദ്യുമ്നന് പഠിപ്പിച്ചു കൊടുക്കാം.
അല്ലെങ്കിൽ അവന് എന്നെ പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല. അവൻ യജ്ഞത്തിൽ നിന്ന് ജനിച്ചാലും അദ്ദേഹം പറയും, ഇനി ഇപ്പോൾ നേരിട്ട് രുദ്രൻ തന്നെ ആവട്ടെ, ജയിക്കില്ല. ശിവൻ്റെ ഏറ്റവും ഭീകരമായ രൗദ്രാസ്ത്രവും ഈ ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്നത് പോലെ തന്നെ ഉള്ളതാണ് രൗദ്രാസ്ത്രം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ അത് ലോകത്തോട് വളരെ രുദ്രപരമായി അല്ലെങ്കിൽ രൗദ്രത്തോടുകൂടി പെരുമാറുകയും ലോകത്തെ നശിപ്പിക്കുകയും ചെയ്യും. യുദ്ധത്തിലേർപ്പെട്ട കക്ഷികളെ മാത്രമല്ല, ലോകവിനാശകമായ രൗദ്രാസ്ത്രവുമായി ശിവൻ നേരിട്ട് തന്നെ വന്നാലും എന്നെ ജയിക്കാൻ സാധ്യമല്ല. അത് മറ്റാർക്കും അറിഞ്ഞുകൂടെങ്കിലും എനിക്കറിയാം, ശിവനും അറിയാം. പിന്നെ ഇദ്ദേഹം ശിവ അംശസംഭൂതനാണ്. ഇദ്ദേഹത്തിൻ്റെ പുത്രൻ അശ്വത്ഥാമാവ്. അത് ശിവനോടുള്ള ഇത് തപസ് ചെയ്ത് ശിവനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് ശിവൻ തന്നെ ഇദ്ദേഹത്തിൻ്റെ പുത്രനായി ജനിക്കുകയായിരുന്നു. ശിവൻ എന്ന് വെച്ചാൽ ശിവൻ്റെ അംശം, അതാണ് അശ്വത്ഥാമാവ്. അതുകൊണ്ടാണ് അയാൾക്ക് ഇത്ര വളരെ സ്വഭാവത്തിൽ രൗദ്രത. ഏത് ക്രൂരമായ പ്രവൃത്തിയും ചെയ്യാൻ അയാൾക്ക് മടിയില്ലായിക, ഏത് നിഷ്ഠുരമായ പ്രവൃത്തിയും ചെയ്യാനുള്ള അയാളുടെ സദാ സന്നദ്ധത ഇതിൽ നിന്ന് വരുന്നതാണ്. രൗദ്രാസ്ത്രവും ബ്രഹ്മാസ്ത്രം പോലെ തന്നെ പ്രയോഗിക്കരുതാത്തതാണ്. പിന്നെ എപ്പോൾ പ്രയോഗിക്കാം? ആരെങ്കിലും ഇങ്ങോട്ട് പ്രയോഗിച്ചാൽ രൗദ്രാസ്ത്രത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അത് പ്രയോഗിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ കാര്യമായ സ്വീകാര്യമായ ഒരു ഉപദേശം, ഒരു സന്ദേശമായി അദ്ദേഹത്തിന് തോന്നുകയും പുത്രനെ പഠിക്കാൻ അയക്കുകയും ചെയ്തു. അങ്ങനെ ഹസ്തനാപുരിയിൽ താമസിച്ച് ധൃഷ്ടദ്യുമ്നൻ ആയുധാഭ്യാസം പഠിച്ചു. ഇപ്പോൾ നമ്മൾ ഏകലവ്യൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞപ്പോഴേ, അന്ന് നമ്മൾ പറഞ്ഞത് ഏകലവ്യനെ ആയുധം അഭ്യസിപ്പിക്കാതിരുന്നത് ഒരു രാജ്യത്തിൻ്റെ രാജ്യരക്ഷാതന്ത്രങ്ങൾ മറ്റൊരു രാജ്യത്തേക്ക് പകർന്നു കൊടുക്കരുത് എന്നുള്ള ഒരു പ്രശ്നം പറഞ്ഞു. ഈ ഇവിടെ ഈ പാഞ്ചാലത്തേക്ക് പകർന്നു കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. അത് പ്രശ്നങ്ങളിൽ ഒന്ന് മാത്രമായിരുന്നു. പ്രധാനമായ പ്രശ്നം അതല്ല. പ്രധാനമായ പ്രശ്നവും അന്ന് പറഞ്ഞിരുന്നു. പ്രധാനമായ പ്രശ്നം വേദം പഠിച്ചിട്ടില്ല എന്നുള്ളത്. അതെ, പക്ഷേ ഇങ്ങനൊരു പ്രശ്നം ഇദ്ദേഹം വേദം പഠിച്ചിട്ടുണ്ട്. ഇപ്പം മാത്രമല്ല, അവർ തമ്മിൽ യുദ്ധം നിലനിൽക്കുന്നുമുണ്ട്. അതുകൊണ്ട് ആയുധം പറഞ്ഞു കൊടുക്കുന്നതിൽ വിരോധമൊന്നുമില്ല. പിന്നെ ഇത് ഒരു എക്സെപ്ഷനാണ്. വേറെ ആരെയും ഇതുവരെ വിളിച്ച് പഠിപ്പിച്ചിട്ടില്ല. ഒറ്റയാളെ മാത്രമേ ഇങ്ങനെ ആളെ അയച്ച് വിളിപ്പിച്ച് പഠിപ്പിക്കുന്നുള്ളൂ. അത് അദ്ദേഹത്തിനറിയാം തൻ്റെ മരണം എങ്ങനെ വരുമെന്ന്. അപ്പോൾ മരിക്കാൻ ഒരു സാഹചര്യം ഒരുക്കുകയാണ് സ്വയം. അതും ഒരു ആചാര്യൻ്റെ ഔന്നത്യത്തെ കാണിക്കുന്നതാണ്. മരണത്തിൻ്റെ ഏത് തരത്തിലാണ് മരിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലായാൽ മരിക്കേണ്ടി വരുമല്ലോ എന്തായാലും ഒരിക്കലേ. ആ മരണത്തിനുള്ള സാഹചര്യം അദ്ദേഹം തന്നെ ഒരുക്കി വയ്ക്കുക. കൊല്ലാനുള്ള ആൾക്ക് തൻ്റെ എല്ലാം പറഞ്ഞു കൊടുക്കുന്നു, അല്ലെങ്കിൽ കൊല്ലാൻ സാധിക്കില്ല. അല്ലെങ്കിൽ അദ്ദേഹം അവിടെയും മരിക്കാതെ വീണ്ടും ജീവിക്കും. ഇപ്പോൾ ചിരഞ്ജീവികളുടെ കൂട്ടത്തിൽ ഒരാളുകൂടി വരും. അത് അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തതുകൊണ്ട്, ചിരഞ്ജീവിയായിട്ടിരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടും മരണത്തെ വരിക്കാൻ താല്പര്യമുള്ളതുകൊണ്ടുമാണ് അദ്ദേഹം ഇത് ധൃഷ്ടദ്യുമ്നന് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ പരമമായ ഒരു നിയമം ആർക്ക് ലംഘിക്കാം? ആ പരമമായ നിയമം നിർമ്മിക്കുന്നയാളിനെ ലംഘിക്കാം. ഇപ്പോൾ ഭരണഘടനാപരമായ അവകാശങ്ങൾ പ്രദാനം ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. പ്രസിഡൻറ്റിന് അത് പ്രദാനം ചെയ്ത ആളെന്നുള്ള നിലയിൽ ഭരണഘടനാപരമായ പൗരാവകാശങ്ങൾ നിരോധിക്കാനും അധികാരമുണ്ട്. അങ്ങനെ വന്നാലേ ഒരു രാജ്യത്തിൻ്റെ സോവറിനിറ്റി, പൗരന്മാരുടെ പരമാധികാരം ആരിലൂടെയാണ് പ്രകടമാകുന്നത്? പൗരന്മാരിലൂടെയല്ല. അത് ആ പൗരന്മാർ തിരഞ്ഞെടുത്ത പരമോന്നതനായ ഭരണ നേതാവിലൂടെയാണ് അത് പ്രകടമാകുന്നത്. ഇപ്പോൾ സോവറിനിറ്റി നിലനിൽക്കണമെങ്കിൽ ഏത് തരത്തിലുള്ള ജനാധിപത്യമായാലും ഏത് തരത്തിലുള്ള വ്യവസ്ഥയായാലും അന്തിമമായ ഒരു അനുശാസനത്തിന് ആൾ വേണം. അത് ഏത് ജനാധിപത്യ വ്യവസ്ഥയിലും വേണം, അല്ലെങ്കിൽ കാര്യങ്ങൾ നടക്കാതെ വരും. ആജ്ഞകളനുസരിക്കാൻ ആളില്ലാതെ വരും, ആജ്ഞകൾക്ക് പ്രസക്തിയില്ലാതെ വരും. ഇപ്പം ദ്രോണർ അതീതനായ ആചാര്യനായതുകൊണ്ട് ഒരു നിയമം അദ്ദേഹത്തിന് രാജ്യത്തിന് വിപത്തുണ്ടാക്കുന്നതല്ല, പ്രജകൾക്ക് വിപത്തുണ്ടാക്കുന്നതല്ല, പ്രജാപരിപാലനത്തിന് വിഘാതമല്ല എന്ന് ബോധ്യമായാൽ അത് അദ്ദേഹത്തിന്
സ്വന്തം നിലയിൽ ലംഘിക്കാം, അത് സാധാരണ ആളിന് ലംഘിക്കാൻ വയ്യ. എന്തുകൊണ്ടാണ്? ഇദ്ദേഹത്തിൻ്റെ ഇതുപോലെയുള്ള പഠിപ്പോ അറിവോ അത് ലംഘിച്ചാൽ ഉണ്ടാകുന്ന വിപത്തിനെ ദീർഘദർശനം ചെയ്യാനുള്ള കഴിവോ ഇല്ലാത്തത് കൊണ്ട് അത് മറ്റൊരാൾക്ക് ലംഘിക്കാൻ പാടില്ല, അദ്ദേഹത്തിന് ലംഘിക്കാം. ഈ ആയുധ പരിശീലനത്തിന് വേദാധ്യയനം അനിവാര്യമാണ്, അത്യന്താപേക്ഷിതമാണ്. അത് കഴിഞ്ഞിട്ട് ആയുധം പരിശീലിപ്പിക്കും. വേദാധ്യയനം ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗങ്ങൾക്ക് വേണ്ടി സംവരണം ചെയ്തിരുന്നോ? അങ്ങനെ എല്ലാ വിഭാഗങ്ങൾക്കും വേദാധ്യയനം? ത്രേതായുഗത്തിൽ എല്ലാവർക്കും വേദാധ്യയനം ചെയ്യാം. ചതുർവർണ്ണങ്ങൾക്കും തപസ്സുണ്ടായിരുന്നു. ഇതിനു മുമ്പ് നാം പറഞ്ഞില്ലേ ഹനുമാന്റെ? ദ്വാപരത്തിലും അങ്ങനെ തന്നെ ശൂദ്രനും പഠിക്കാമായിരുന്നു. വേദം പഠിക്കുന്നതിന് ശൂദ്രൻ എന്നത് ഇതൊരു സ്ഥിരഭാവമല്ല എന്ന് പറയും, ഒരു അവസ്ഥയാണ്. അകാരണമായി പോലും ദുഃഖിക്കുന്ന അവസ്ഥയാണ്. ശോകത്തിലേക്ക് ഓടിച്ചെന്ന് ശോകത്തെ പുൽകുന്നവനാണ് ശൂദ്രൻ. അതാണ് അതിൻ്റെ പദനിഷ്പത്തി. ഏത് സമയത്തും ശോകത്തെ പുലുകിക്കൊണ്ടിരിക്കുന്നവനാണ് ശൂദ്രൻ. ഏത് സമയത്തും ശാന്തിയെ പുലുകിക്കൊണ്ടിരിക്കുന്നവനാണ് ബ്രാഹ്മണൻ. ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. ഏത് സമയത്തും ധനസമ്പാദനത്തിലും പ്രത്യുൽപാദനപരമായ കർമ്മങ്ങളിലും മുഴുകിക്കൊണ്ടിരിക്കുക എന്നതാണ് വൈശ്യൻ്റെ ലക്ഷണം. ഏത് സമയത്തും മറ്റുള്ളവരെ സംരക്ഷിക്കണമെന്നുള്ള വിചാരത്തിൽ തൻ്റെ രക്ഷ അപകടത്തിൽപ്പെട്ടാലും മറ്റുള്ളവരെ സംരക്ഷിക്കണം എന്ന് വിചാരിക്കുന്ന തരത്തിൽ ഉള്ള മനോഭാവമാണ്. തൻ്റെ രക്ഷ നോക്കാതെ മറ്റുള്ള രക്ഷയ്ക്ക് വേണ്ടി എടുത്തു ചാടും. അതിൽ ചിലപ്പോൾ മരിച്ചുപോയി എന്നിരിക്കും. നമ്മുടെ കലാകാരന്മാർക്കൊക്കെ ഈ ശോകത്തെ പുൽകാനുള്ള ഒരു പ്രവണത. അതുകൊണ്ടാണല്ലോ കലാകാരന്മാർ നാട്ടിൽ നിന്ന് വെച്ചുകൊണ്ടിരിക്കുന്നത് പ്ലേറ്റോ പറഞ്ഞു. കലാകാരന്മാരെ ഉപാസിക്കുന്നു ദുഃഖത്തെ ഞാൻ. ദുഃഖമൊരു ഉപാസനാ വസ്തുവല്ല. പിന്നെ എന്താണ് പലപ്പോഴും ഇവർ എഴുതി വയ്ക്കുന്നത്? ആസക്തികളെക്കുറിച്ചാണ്. ജീവിതാസക്തികളുടെ പ്രപഞ്ചനമാണ് സാധാരണ സാഹിത്യത്തിൽ മുഴുവനും കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ദുഃഖം. ഇപ്പോൾ ചങ്ങമ്പുഴ തന്നെ കപടലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണെൻ പരാജയം. വളരെ അവാസ്തവികമായ ഒരു പ്രസ്താവമാണ്. ഒന്നുകിൽ ലോകത്തിൽ ആർക്കും ആത്മാർത്ഥതയില്ല. ഇത് ആദികവിക്ക് പോലും ഉണ്ടായിരുന്നു എന്ന് പറയുന്നില്ലേ? ശോകമാണ് ശ്ലോകമായി മാറിയതെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അതും അത് ഋഷിയായ കവിക്ക് പോലും ഈ ശോകം ഉണ്ടായില്ലേ? ഉണ്ടായിരുന്നു. അത് എഴുതാനുള്ള കാരണം മാത്രമാണ്. ലോകത്തിലെ എഴുതാനുള്ള ഒരു സാന്ദർഭികമായ ഒരു ത്വര അത്രയേ ഉള്ളൂ, ഒരു നിമിത്തമാണത്, അല്ലാതെ കാവ്യത്തിൻ്റെ ലക്ഷ്യമല്ല. നാരദനോട് ചോദിച്ചത്, അങ്ങ് 3 ലോകത്തിൽ നടക്കുന്നയാളാണല്ലോ, ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖിതൻ ആരാണ്? ഞാൻ ആ ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖിതൻ്റെ, ലോകത്തിലെ ഏറ്റവും വലിയ ആസക്തൻ്റെ കഥ എഴുതട്ടെ എന്നല്ല, ലോകത്തിലെ ഏറ്റവും വലിയ ദുരാഗ്രഹി ആണത് പറഞ്ഞ് അവൻ്റെ കഥ ഞാൻ എഴുതട്ടെ എന്നല്ല പറഞ്ഞത്, അവൻ്റെ ചരിതം ഞാൻ വർണ്ണിക്കട്ടെ എന്നല്ല പറഞ്ഞത്. പക്ഷേ ഈ ശോകം പലപ്പോഴും ഈ സർഗസൃഷ്ടിക്ക് കാരണമാവുന്നു. അപ്പോൾ ഈ ശോകത്തെ പുൽകുന്നവനാണ് ശൂദ്രൻ എന്നാണ് മാഷ് നിർവചിച്ചത്. ഇത് ശങ്കരന്റെ നിർവചനമല്ലേ? അപശൂദ്രാധികരണത്തിലുള്ള നിർവചനമല്ലേ? അങ്ങനെ വരുമ്പോൾ കലാകാരന്മാര് ഒട്ടുമുക്കാലും ശൂദ്രന്മാരാണ്. ശൂദ്ര സ്വഭാവമാണ്. വസ്തുതകൾ അറിയാതെ. അതുകൊണ്ടാണ് ഈ പിന്നെ പ്രണയത്തിൻ്റെ അടയാളങ്ങൾക്ക് അഭിജ്ഞാന ശാകുന്തളം എന്ന് പേരെടുക്കാനുള്ള കാരണം അതാണ്. ഒരു മോതിരം കൊടുത്തു ശകുന്തളയ്ക്ക് ദുഷ്യന്തൻ. എന്താ ഇപ്പോൾ മോതിരം കൊടുത്തെങ്കിൽ തിരിച്ച് വാങ്ങിച്ചോളണം, പിന്നെ ആവശ്യം വരുമ്പോൾ. പണയം വയ്ക്കാൻ നേരത്ത് ആ മോതിരം കൊണ്ടുവന്ന് എന്ന് പറഞ്ഞത് വാങ്ങിച്ചുകൊണ്ട് പണയം വയ്ക്കാൻ ദുഷ്യന്തന് അവിടെ ട്രഷറിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ, ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ട്രഷറിയിൽ പ്രശ്നം ആയിട്ട് കിടക്കുകയാണെങ്കിൽ അത് ദുഷ്യന്തന് വാങ്ങി പണയം വയ്ക്കാം. ഇതിനല്ലാതെ വേറെ ഒന്നിനും ഇത് കൊള്ളുകയില്ല. ഇതിനെ ഇങ്ങനെയല്ല കാണുന്നത്. ഒരു വൈകാരികത ഇത് കയ്യിൽ നിന്ന് ഊരാൻ വയ്യാത്ത ഒരു സാധനമായിട്ട് ഇതിനെ എപ്പോഴും സൂക്ഷിച്ചുകൊണ്ടും താലോലിച്ചുകൊണ്ടും വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഈ മോതിരത്തിലേക്ക് നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കും. എനിക്ക് അയാ തന്നേക്കണതാണ് എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കും. ഇതെവിടെ നിന്നോ ഖനനം ചെയ്തെടുത്ത് അവർ ലോകത്തിലെ അഴുക്കുകളൊക്കെ നീക്കിയിട്ട് തട്ടാനിരുന്ന് പണിഞ്ഞെടുത്ത് അതിനകത്ത് നിന്ന് തട്ടാൻ പണിയുമ്പോൾ നമുക്കറിയാമല്ലോ എന്ത് സംഭവിക്കുന്നു.
അങ്ങനെ പല തരത്തിലുള്ള ഹേമദണ്ഡങ്ങളും കഴിഞ്ഞ് വന്നിട്ടുള്ളതാണ് ഈ മോതിരം എന്ന് പറയുന്ന വിദ്വാൻ അല്ലെങ്കിൽ വിദുഷി. കേവലം മണ്ണ് തന്നെയായ, വേദാന്തത്തിൻ്റെ ഭാഷയിൽ കേവലം മണ്ണ് തന്നെയായ ആ വസ്തുവിനോട് അത് തട്ടാൻ പണിഞ്ഞ് തട്ടാൻ്റെ ചില്ലുകൂട്ടിൽ വെച്ചിരുന്നപ്പോൾ ഇല്ലാതിരുന്ന ഒരു പ്രത്യേക മമത അതിനോട് കാണിക്കുകയാണ്. അതാണ് ശകുന്തളയ്ക്ക് ആപത്ത് വരുത്തിയത്. ഇതിലെഴുതിയിരിക്കുന്ന എൻ്റെ നാമധേയത്തിൽ എത്ര അക്ഷരമുണ്ടോ അത്രയും അക്ഷരങ്ങളുടെ ദിവസങ്ങൾ കഴിയുമ്പോൾ നിന്നെ കൊണ്ടുപോകാൻ ഞാൻ ആളെ അയക്കാം എന്ന് പറഞ്ഞിട്ട് ശകുന്തള എന്ത് ചെയ്തു? ശകുന്തള തന്നെ നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ വേറെ എങ്ങും നോക്കിയില്ല. അവിടെ മൈനർ ഇറിഗേഷൻ നടത്തിക്കൊണ്ടിരുന്ന സ്ത്രീയാണ്. മൈനർ ഇറിഗേഷൻ്റെ സൂപ്പറിൻറ്റൻഡിങ് എഞ്ചിനീയറായിരുന്നു ശകുന്തള. ചെടികൾക്കൊക്കെ നനയ്ക്കുക. പിന്നെ ഓഫീസിൽ പോയിട്ടില്ല ശകുന്തള ഇതിന് ശേഷം, ഈ മോതിരം കൈ കിട്ടിയതിന് ശേഷം. അനസൂയ പ്രിയംവദമാരി ഇത് നോക്കി നിന്ന് ദുഃഖിച്ചു. അത്തരം പ്രശ്നങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഇതിൽ അന്തർഭവിച്ചിട്ടില്ല. ഇതിപ്പോൾ എന്തായാലും 4-ാം പക്കം ആളെ അയക്കുമല്ലോ. 4-ാം പക്കം ആളെ അയക്കുമ്പോൾ അങ്ങോട്ട് പോവുക, അച്ഛനോട് വിടയൊക്കെ പറഞ്ഞ് ഈ ഇവിടെ സഹോദരിമാരെ പോലെ കരുതുന്ന സഖിമാരോടും വിട പറഞ്ഞ് ആശ്രമത്തിൽ നിന്ന് ഹസ്തിനപുരിയിലേക്ക് ദുഷ്യന്തൻ്റെ കൊട്ടാരത്തിലേക്ക് പോവുക എന്നത് മാത്രമേ പ്രശ്നമുള്ളൂ. അതിന് പകരം ഈ മോതിരത്തെ നോക്കിക്കൊണ്ട് ഒരു പുരുഷ ആയുസ്സിൽ, സ്ത്രീയുടെ ആയുസ്സാണെങ്കിലും പുരുഷായുസ് എന്നേ പറയാനൊക്കെ ഉള്ളൂ, പ്രയോഗം അങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു സ്ത്രീ ആയുസ്സിൽ വിചാരിക്കാവുന്നത്ര മനോഹരമായ വിചാരങ്ങൾ മുഴുവനും അവിടെ ഇരുന്ന് വിചാരിച്ച് ഈ കടുത്ത പ്രമേഹ രോഗി പഞ്ചസാരയെ സ്വപ്നം കാണുന്നത് പോലെയും ലഡുവിനെയും മൈസൂർ പാക്കോ ഇത് നിജാം പാക്കിനെയൊക്കെ സ്വപ്നം കാണുന്നത് പോലെ അവിടെ ഇരുന്ന് സ്വപ്നം കണ്ട് നശിക്കുകയാണ്. ചെടികളൊക്കെ വാടി തളർന്നിങ്ങനെ ശകുന്തളയെ നോക്കൊണ്ട് നിൽക്കുകയാണ്. എന്താണ് ഇവർ ഞങ്ങൾക്ക് വെള്ളവുമായിട്ട് വരാത്തത് എന്ന് ചെടികളുടെ ഇല്ലാത്ത കണ്ണുകൾ കൊണ്ട് ഇവരെ നോക്കി ചോദിക്കുന്നു. ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണം ഈ മോതിരമാണ്. മോതിരം എന്താണ്? മോതിരം മണ്ണിൻ്റെ തന്നെ ഒരു നിറമുള്ള രൂപഭേദമാണ്. അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ സത്യത്തിന് വിരുദ്ധമായി ഒരുപാട് കാമചിന്തകൾ, മനുഷ്യൻ്റെ കാമം, സ്വർണത്തിനോട് തന്നെ പ്രത്യേകമായ ഒരു കാമമുണ്ട്. അതുകൂടാതെ ഇത് ദുഷ്യന്തൻ എൻ്റെ കയ്യിൽ അണിയിച്ചതാണല്ലോ എന്നതാണ്. ആശ്രമവിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്തിട്ട് ആശ്രമ വിരുദ്ധമായ പ്രവൃത്തികളുടെ പ്രതീകമായി ദുഷ്യന്തൻ കൊടുത്തിട്ട് പോയ ആ മോതിരത്തിൽ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കാൻ. ഇതാരാണ് വർണ്ണിക്കുന്നത്? ഇത് വർണ്ണിക്കുന്നത് കാളിദാസൻ. മമത വെച്ച് പുലർത്തേണ്ടതില്ലാത്ത ഒരു വസ്തുവിനോട്, പ്രപഞ്ചത്തിലെ ഏത് വസ്തുവും പോലെ തുല്യമാണ് ഈ വസ്തുവും പ്രപഞ്ചത്തിൽ. ഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലെ ഒരു ദ്രവ്യം, മണ്ണും ഒരു ദ്രവ്യം, ഇതും ഒരു ദ്രവ്യം, തുരുമ്പും ഒരു ദ്രവ്യം. ഇവയോടെ എല്ലാത്തിനോടും മനുഷ്യൻ സമഭാവത്തോടുകൂടി പെരുമാറേണ്ടിയിരിക്കെ ഈ മഞ്ഞലോഹത്തിനോട് പ്രത്യേകമായൊരു പെരുമാറ്റം. അത് മോതിരമായപ്പോൾ അതിനോട് മറ്റൊരു തരത്തിലുള്ള അലങ്കാരഭ്രമം. ആ മോതിരത്തോട് പിന്നെയും വേറൊരു ഭ്രമം. എന്താണ്? ഇതെൻ്റെ ഭർത്താവ്, എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾ, അല്ലെങ്കിൽ ഭർത്താവ് തന്നെയാണ്, കാമുകനും ഭർത്താവുമാണ്. ഗാന്ധർവ വിധിപ്രകാരം അവർ വിവാഹം കഴിച്ചു. ഗാന്ധർവ വിധിപ്രകാരം വിവാഹം കഴിച്ചു പറഞ്ഞാൽ എന്താണ് അർത്ഥം? വിവാഹം കഴിച്ചില്ല എന്നാണ് അർത്ഥം. എന്ത് ഗാന്ധർവ വിധി? വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ഒന്നും ഒരു അനുവാദവുമില്ലാതെ വീടിനെയും നാടിനെയും കുടുംബത്തെയും എല്ലാം നിഷേധിച്ചുകൊണ്ട് നടത്തുന്ന വിവാഹത്തിന് ഒരു ഓമന പേരിട്ടതാണ് ഗാന്ധർവ വിവാഹം എന്ന്. ഇവർ ഗന്ധർവന്മാരല്ലല്ലോ ഗാന്ധർവ വിവാഹം കഴിക്കാൻ, സാധാരണ മനുഷ്യരാണ്. രാജാവാണെങ്കിൽ ഇത്തരം വിവാഹങ്ങൾ നടന്നാൽ ആ വിവാഹത്തെ സംബന്ധിച്ച് മാതാപിതാക്കളിൽ വരൻ്റെയോ വരിയുടെയോ, വരൻ്റെയോ വധു, എളുപ്പത്തിന് വരി എന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, വരൻ്റെയോ വരിയുടെയോ മാതാപിതാക്കൾ ആരെങ്കിലും അത് സംബന്ധിച്ച് പരാതി ഉന്നയിച്ചാൽ ആ പരാതിക്ക് ശിക്ഷ കൊടുക്കേണ്ടുന്ന ആളാണ് ഈ ദുഷ്യന്തൻ. ആ ദുഷ്യന്തച്ചാരാണ് പോയിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്? ഇതുപോലെ ഗാന്ധർവ വിവാഹം എന്ന് വെച്ചാൽ യാതൊരു നിയമവും പാലിക്കാതെ നടത്തിയിരിക്കുന്ന ഒരു വിവാഹം, അവർ തന്നെ തീരുമാനിച്ച് നടത്തിയ വിവാഹം എന്നാണ് അർത്ഥം. ഈ വിവാഹം എന്ന് പറയുന്നത് ആത്യന്തികമായിട്ടും അടിസ്ഥാനപരമായും ഈ മനസ്സുകളുടെ ഐക്യമല്ലേ? മനസ്സുകളുടെ ഐക്യമാണ്. ലോകത്തിലാകെ രണ്ടുപേരും ഉണ്ടാകാവൂ. എന്താണ് അവരെ വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കളുടെ മനസ്സുകളുമായി അവർക്ക് അങ്ങനെ ഒരു ഐക്യമില്ലാത്തത്?
ഐക്യമാകുമ്പോൾ ഒരു ഐക്യ മുന്നണി വേണമല്ലോ, വേണ്ടേ? കൂടെ കുറച്ച് ആൾക്കാരോട് ഇത്രയും ആളുകളുള്ളപ്പോൾ ഒരു ഐക്യ മുന്നണി രൂപീകരിക്കണ്ടേ? അല്ല, ഐക്യത്തിൻ്റെ സ്വഭാവങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും, ഉദ്ദേശങ്ങൾക്ക് വ്യത്യാസം അതുണ്ടാകും. എന്നാലും ഒരേ അവസ്ഥയിൽ തന്നെ പല ആൾക്കാരോടും ഐക്യമാവാം നമുക്ക്. അത് എന്താ മാതാപിതാക്കളുടെ ഐക്യമില്ലാത്തത്? അവരെ കൊണ്ട് സമ്മതിപ്പിക്കാം, അവർ സമ്മതിക്കുന്നില്ലെങ്കിൽ അതിൽ നിന്ന് മാറാൻ ശ്രമിക്കാം. ഇങ്ങനെയൊക്കെ ഇല്ലേ ലോകത്തിൽ? അത് പെട്ടെന്ന് കാണുന്ന ഒരാൾ പറഞ്ഞ് ഗന്ധർവനെ അറിയുമോ, ഗന്ധർവനെ അറിയും, ആ ഗന്ധർവന്മാർക്കൊരു വിവാഹമുണ്ട്, നമുക്കത് അങ്ങോട്ട് നടത്തിയാലോ എന്ന് ഉടനെ കഴുത്തുനീട്ടി കൊടുക്കുകയാണുണ്ട്. ഇവിടെ ശകുന്തളയുടെയും ദുഷ്യന്തൻ്റെയും മനസ്സുകൾ തമ്മിലൊരു ഐക്യമുണ്ടായി, അതുകൊണ്ട് അവർ വിവാഹിതരായി. പക്ഷേ അതൊരു ഗാന്ധർവ വിധിപ്രകാരം അല്ലെങ്കിൽ ഒരു ഗാന്ധർവ വിവാഹമായിരുന്നു. വിവാഹം എന്ന ചടങ്ങ് സമൂഹത്തെ സാക്ഷി നിർത്തി അല്ലെങ്കിൽ അച്ഛനമ്മമാരെ സാക്ഷി നിർത്തി വിവാഹം നടന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം അതിന് പ്രസക്തിയില്ലാതെ ആവുമോ? ആകും. ഇപ്പോൾ കേസ് ചാർജ് ചെയ്യുന്നില്ല, വക്കീലിനെ വെച്ച് വാദിപ്പിക്കുന്നില്ല, ജഡ്ജി തീരുമാനിക്കുന്നില്ല. അങ്ങനെയാണ് കൊലകൾ നടക്കുന്നത്. ജഡ്ജി തീരുമാനിച്ചും കൊല നടക്കും, ആരാച്ചാര് കൊല്ലും, അങ്ങനെയില്ലേ? ഇവിടെ ഒന്നും നടക്കുന്നില്ല. അന്യോന്യം ഈ കൊന്നയാളും കൊല്ലപ്പെട്ടയാളും തമ്മിലുണ്ടായിരുന്ന വഴക്കിനെ സംബന്ധിച്ച് വാദവിവാദങ്ങൾ നടക്കുന്നില്ല, അതിൻ്റെ ന്യായാന്യായങ്ങൾ നിർണ്ണയിക്കുന്നില്ല, അയാൾ നേരിട്ട് പോയി കൊല്ലുന്നു. മറ്റേതിൽ എന്ത് സംഭവിക്കുന്നു? ധാരാളം സാക്ഷികളെ വിസ്തരിക്കുന്നു. ന്യായാന്യായങ്ങൾ വലിയ അഭിഭാഷകന്മാരിൽ നിന്നുകൊണ്ട് ന്യായാന്യായങ്ങൾ വാദിച്ച് ന്യായമാണോ അന്യായമായിരുന്നോ കൊല എന്ന് സമർത്ഥിക്കുന്നു, ജഡ്ജി വിധിക്കുന്നു. രണ്ട് സ്ഥലത്ത് നടക്കുന്നത് എന്ത് തന്നെയാണ്? കൊല തന്നെയാണ്. ആ കൊല കൊണ്ട് ഒന്നാവൂ? അതുപോലെ വധുവും വരനും ഒന്നിച്ചു ചേർന്ന് തീരുമാനിക്കുന്ന വിവാഹം പാടില്ലെന്നല്ല പറഞ്ഞത്. അതിലിവരെ ആരെയും പരിഗണിക്കുന്നില്ല, അവരെയും കൂടി പരിഗണിക്കണമായിരുന്നു. കാരണം ഇതൊരു സാധാരണ കുടുംബജീവിതമല്ല ശകുന്തളയുടെ കാര്യത്തിൽ അവിടെ നടക്കുന്നത്. അതൊരു വലിയ ആശ്രമമാണ്, ധാരാളം ശിഷ്യന്മാർ പഠിക്കുകയും. അതുകൊണ്ട് അവിടെ മാതൃകകൾ ലംഘിക്കാൻ പാടില്ല. എല്ലാത്തരം ആശ്രമങ്ങളുടെയും മാതൃകയാണ് സന്യാസ ആശ്രമം. അടിസ്ഥാനമാണെന്നല്ല, അടിസ്ഥാനം ഗൃഹസ്ഥാശ്രമമാണ്. എല്ലാ ആശ്രമങ്ങളുടെയും അടിസ്ഥാനം, അല്ലെങ്കിൽ എല്ലാ ആശ്രമങ്ങളെയും നിലനിർത്തുന്നത് ഗൃഹസ്ഥാശ്രമമാണ്. പക്ഷേ സന്യാസാശ്രമം എല്ലാ ആശ്രമങ്ങളുടെയും പരമമായ മാതൃകയാണ്. അവിടെ മാതാപിതാക്കൾ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് ഇദ്ദേഹം എടുത്ത് വളർത്തിയതാണ്. മേനകയും വിശ്വാമിത്രനും ഉപേക്ഷിച്ച് കളഞ്ഞിട്ട്, മേനകയും ഉപേക്ഷിച്ചു, മേനക ഉപേക്ഷിക്കാൻ പാടില്ലാത്തതായിരുന്നു, എന്നിട്ടും ഉപേക്ഷിച്ച് കളഞ്ഞു. അമ്മ പോലും ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് ഒരു ശകുന്തം സംരക്ഷിച്ചു കൊണ്ടിരുന്നു. ഒരുതരം വലിയ പക്ഷി, മറ്റ് പക്ഷികളോ മൃഗങ്ങളോ വന്ന് ഇതിനെ കുഞ്ഞിനെടുത്ത് തിന്നുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്യാമല്ലോ, കടിക്കുകയോ കടിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്യാം. അങ്ങനെ ഉപദ്രവിക്കാതിരിക്കട്ടെ എന്ന് വിചാരിച്ച് ഒരു ശകുന്തത്താൽ പരിലാളിതയായിരുന്നു. അതാണ് ശകുന്തല എന്നവൾക്ക് കണ്ണുമഹർഷി പേരിടാൻ കാര്യം. കണ്ണുമഹർഷി നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. അതിനേക്കാൾ വലിയ ബ്രഹ്മചാരിയായിരുന്ന വസിഷ്ഠനെ പോലെ വിവാഹം കഴിക്കുകയും 100 പുത്രന്മാരെ ജനിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ആളല്ല അദ്ദേഹം. നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. ഒരു നൈഷ്ഠിക ബ്രഹ്മചാരി സർവാജീവി സഹജമായ കാരുണ്യം കൊണ്ട് എടുത്തു വളർത്തിയതാണ് ആര്? ശകുന്തളയെ. അത് ശകുന്തളയ്ക്കറിയാം. കഥ ശകുന്തള കേട്ടിട്ടുണ്ട്. തൻ്റെ അത് ദുഷ്യന്തനെ പറഞ്ഞു കേൾപ്പിക്കും. ദുഷ്യന്തൻ ആശ്രമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ചോദിക്കും ഈ അനസൂയ പ്രിയമ്പതന്മാരോട്. അവരാണ് ഇദ്ദേഹത്തോട് സംസാരിക്കുന്ന. ശകുന്തള സംസാരിക്കാതെ ദുഷ്യന്തനെ നോക്കുന്നില്ല എന്ന നിലയിൽ പ്രകൃതി ഈ ഭംഗികളിലേക്കൊക്കെ നോക്കിക്കൊണ്ട് ദുഷ്യന്തനെ മാത്രം നോക്കില്ല, ബാക്കി എല്ലായിടത്തും നോക്കും. അത് കവിയുടെ ഒരു വലിയ കലാകൗശലമാണത്. ആ ദുഷ്യന്തനെ നോക്കുന്നില്ല എന്നതാണ് ഈ ആദിമമായ പ്രണയത്തിൻ്റെ. കാളിദാസൻ തന്നെ പറയും, സ്ത്രീണാമാദ്യം പ്രണയവചനം വിഭ്രമോഹി പ്രിയേഷു. മേഘദൂതത്തിൽ സ്ത്രീണാമാദ്യം പ്രണയവചനം വിഭ്രമോഹി പ്രിയേഷു. യുവതികളുടെ പ്രണയവചനം എന്താണ്? അവർ ഒരു പുരുഷൻ്റെ സാന്നിധ്യത്തിൽ അവർക്കുണ്ടാകുന്ന അനിയന്ത്രിതമായ ഒരുതരം വിഭ്രമമാണ്. വിറയൽ, മുഖത്തേക്ക് നോക്കാൻ വയ്യാതെ വരിക, അങ്ങോട്ട് നോക്കുക ഇങ്ങോട്ട് നോക്കുക,
മണ്ണിൽ വരയ്ക്കുക. ഇപ്പോൾ മണ്ണിൽ വരയ്ക്കാനൊക്കെ മുറ്റത്ത് മുഴുവനും കോൺക്രീറ്റ് ഇട്ടിരിക്കുക, അതുകൊണ്ട് മണ്ണിൽ വര സാധിക്കില്ല. ആകാശത്തിൽ വരച്ചാലൊട്ട് കാണുകയുമില്ല വര. അപ്പോൾ അതുകൊണ്ട് വര അങ്ങനെ തന്നെ അങ്ങ് പോയി, വരയുടെ പ്രസക്തി നഷ്ടപ്പെട്ടു. വരയുടെ പ്രസക്തി നഷ്ടപ്പെട്ടു. അപ്പോൾ വര പ്രാചീനമായ വര മാത്രമാണ്. ഇവർ രണ്ടുപേരും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ശകുന്തള ആരാണെന്നാണ്. എല്ലായിടത്തേക്കും നോക്കുകയും ശ്രദ്ധിക്കാതിരിക്കുന്നു എന്ന് ഭാവിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഈ ദുഷ്യന്തൻ പറയുന്ന ഓരോ വാക്കും കർണം കൊണ്ട് കുടിച്ചുകൊണ്ടിരിക്കുക, കർണത്താൽ പാനം ചെയ്യുന്നു. എന്താണ് ഈ പറഞ്ഞുകൊണ്ടുവരുന്നത്? അദ്ദേഹം ചോദിക്കും, കണ്വമഹർഷി നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്നല്ലോ ധരിച്ചു വച്ചിരിക്കുന്നത്, അങ്ങനെയാണല്ലോ കേൾവി. പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പുത്രി ഉണ്ടായത്? ഒരു മുനികുമാരിയുടെയോ അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണ സ്ത്രീയുടെയോ ലക്ഷണങ്ങളൊന്നും ഇവർക്ക് കാണുന്നുമില്ലല്ലോ. ബ്രാഹ്മണ സ്ത്രീയുടെ ലക്ഷണം കാണുന്നില്ല എന്ന് പറയുന്നത് തനിക്ക് വിവാഹം കഴിക്കാൻ പറ്റിയ ആളാണല്ലോ എന്നതിൻ്റെ സൂചനയാണ് കൊടുക്കുന്നത്. ഇത്ര മധുരമായ അവ്യക്ത സൂചനകൾ നിറഞ്ഞ സംഭാഷണം ആ ഒന്നാം അങ്കലത്തിലേതുപോലെ നമ്മുടെ ഭാരതത്തിലെ സംസ്കൃതത്തിലെ മറ്റ് നാടകങ്ങളിലൊന്നുമില്ല. അതൊക്കെ കലാകാരൻ്റെ കഴിവ് തന്നെ. നമ്മൾ സാധാരണ കവിയെക്കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്. കാളിദാസൻ പോലും അത് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ കേട്ട് തൻ്റെ വളർത്തച്ഛൻ ആണ് കണ്വൻ എന്ന് ശകുന്തളയ്ക്ക് അറിയാമായിരുന്നു എന്ന് സ്ഥാപിക്കുന്നതാണ് ഈ കഥ പറഞ്ഞുകൊണ്ട് വരുമ്പോഴാണ് അവർ പറയുന്നത്, കണ്വ മഹർഷി എടുത്തു വളർത്തിയ പുത്രിയാണ് കാട്ടിൽ നിന്ന്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം പുത്രിയല്ല. പക്ഷേ സ്വന്തം പുത്രിയേക്കാൾ അദ്ദേഹത്തിന് ഇവൾ പുത്രിയായി ഭവിച്ചിരിക്കുന്നു. ഇവളെ മറ്റാർക്കെങ്കിലും വിവാഹം കഴിച്ചു കൊടുക്കണം എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. പിന്നെ ആരാണ് ശരിയായ അച്ഛനമ്മമാർ? അത് വിശ്വാമിത്രനോ? മനസ്സിലായി. ഇനി അത് കൂടുതൽ പറയേണ്ടതെന്നാണ്. ആശ്രമത്തിൽ വെച്ച് അങ്ങനൊരു കഥ, അതും പ്രത്യേകിച്ച് ഈ പെൺകിടാങ്ങളെ കൊണ്ട് പറയിക്കുന്നത് ശരിയല്ല എന്ന് രാജാവിന്, അത് ആശ്രമത്തിന് വിരുദ്ധമായ ഒരു പ്രസ്താവമാകും എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം അത് പറയിപ്പിക്കാഞ്ഞത്. അപ്പോൾ ഇത് ശകുന്തളയ്ക്കറിയാം. അപ്പോൾ ദുഷ്യന്തൻ ഇതിനെ സംബന്ധിച്ച് കണ്വൻ ഇതിനെ സംബന്ധിച്ച്, തൻ്റെ ഈ ഗാന്ധർവ വിവാഹത്തെ സംബന്ധിച്ച് എന്ത് വിചാരിക്കും എന്നുള്ള പരിഗണന പോലും ആർക്കുണ്ടായിരുന്നില്ല? ശകുന്തളയ്ക്കുണ്ടായിരുന്നില്ല എന്നുള്ളത് ശകുന്തളയുടെ ഭാഗത്തു നിന്നുള്ള അക്ഷന്തവ്യമായ ഒരു അപരാധം തന്നെയാണ്. അത് പരിഗണിക്കണമായിരുന്നു.